ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മളിനി ഗോ ത്രൂ ചെയ്യാൻ പോകുന്ന മൾട്ടിപ്പിൾ എലിമെൻറ്റ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ കൂടുതലും കണ്ടിരുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന സിംഗിൾ എലമെൻ്റ് ആണ്. ഓക്കെ, സോ ബട്ട് റിയൽ പ്രൊജക്ട്സ് ഒക്കെ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് ഒരുമിച്ച് പിടിക്കേണ്ടി വരും. ലൈക്ക് എന്താ പറയുക, ഐറ്റംസ്, കാർഡ്, ബട്ടൺസ് ഒക്കെ ഒരുമിച്ച് കിട്ടും. സോ അതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എടുത്ത് ചിലപ്പോൾ പെർട്ടിക്കുലർ എലമെൻ്റ് ആയിരിക്കും അത് ഇതിലെടുക്കുന്നുണ്ടാവുക. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ആസ് യൂഷ്വൽ നമ്മുടെ കറണ്ട് HTML ഉണ്ട്. ലൈക്ക് ഒരു 3 LI കൊടുത്തിട്ടുണ്ട്, ഒരു UN ഉള്ളിൽ, പിന്നെ ഒരു H1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് മോസ്റ്റ് കോമൺ വേർഡ് എന്ന് പറഞ്ഞാൽ document.querySelter എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ നമ്മുടെ കയ്യിൽ app.js ഉണ്ട്. തൽക്കാലം ഞാൻ app.js എഴുതാം. const all li equal to document.get querySelter all എടുക്കാം. നമുക്ക് querySelter all ഓഫ് എന്നിട്ട് ഞാനിവിടെ LI കൊടുത്തു. ഓക്കെ, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കാര്യം ഞാൻ ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസർ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫുള്ള് കിട്ടുമെന്ന് റീലോഡ് ചെയ്തേക്കാം. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ ഓൾ LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ 3 ലിസ്റ്റ് കിട്ടും. നോഡിൻ്റെ 1 2 3 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ നോഡ് ലിസ്റ്റാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. 3 ഐറ്റം ഉണ്ടാകും. നോഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ അറേ പോലെ ബിഹേവ് ചെയ്യും, ബട്ട് പ്യുവർ അറേ അല്ല, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഇൻഡെക്സ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഓൺ ലിസ്റ്റ് ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കിട്ടും, പിന്നെ ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കിട്ടും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ 1 by 1 ആയിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ സിംഗിൾ എലമെൻറ്റ് വേണമെങ്കിൽ ഇൻഡെക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ആക്ച്വലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർ ഓഫ് ലൂപ്പാണ്. നമ്മൾ ഓൾറെഡി കവർ ചെയ്തിരുന്നു ഫോർ ഓഫ് ലൂപ്പ് എങ്ങനെ എഴുതാന്നുള്ളത്. സോ അത് വെച്ചിട്ടാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. സോ കോൺസ്റ്റ് ലിസ്റ്റ് ഐറ്റം element from all LI എന്നിട്ട് ഞാനിവിടെ console.dir കൊടുക്കാം. ഓക്കെ, എന്നിട്ട് DRൻ്റെ ഉള്ളിൽ all LI നമുക്ക് കൊടുത്തിടാം. ഓക്കെ, സോ നമ്മളിവിടെ എന്ന് വെച്ചാൽ കോൺസ്റ്റ് ഓഫാണ്, സോറി മൈ മിസ്റ്റേക്ക്. സോ ബേസിക്കലി നമ്മൾ ഫോർ ഓഫ് ലൂപ്പാണ് എഴുതുന്നത്. സോ ഫോർ ഓഫിൽ ബേസിക്കലി നമ്മൾ മുമ്പ് പറഞ്ഞു ഈ എലമെൻറ്റിലുള്ള ഡാറ്റ 1 by 1 എടുത്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ആയിട്ട് അതിലേക്ക് ഇടും കറസ്പോണ്ടിങ് എലമെൻറ്റ്. എന്നിട്ട് ഈ എലമെൻറ്റ് നമ്മൾ വേണമെങ്കിൽ വെച്ച് വർക്കൗട്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം അത് കൺസോൾ ലോഗ് ചെയ്യുന്നു എന്ന് പറയും. എന്നിട്ട് നമുക്കൊന്ന് സേവ് ചെയ്യാം, നമ്മുടെ ബ്രൗസർ ഒന്ന് റീലോഡ് ചെയ്തിടാം. ഓക്കെ, സോ ബ്രൗസർ റീലോഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ എലിമെൻറ്റിനും കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ്, തേർഡ്. ഓക്കെ, സോറി ഞാൻ പ്രിൻറ്റ് ചെയ്ത് തെറ്റിപ്പോയി തോന്നുന്നു. ലിസ്റ്റ് ഐറ്റം ഇയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഒന്ന് റീലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ആ ഒരു കറസ്പോണ്ടിങ് ഈച്ച് എന്താ പറയുക എലമെൻറ്റ് അല്ലെങ്കിൽ ഡോമിലെ കറസ്പോണ്ടിങ് ഐറ്റമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റീലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ എലമെൻറ്റിലും കറക്റ്റായിട്ട് പ്രിൻ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ആദ്യം querySelter all ആണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഡിൽ. സോ querySelter allന് വേണമെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാം, അതാണ് ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ടാഗിന് വേണമെങ്കിൽ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഇതും മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് തന്നെ സെലക്ട് ചെയ്യും. ഓക്കെ, സോ ഇതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ന്യൂ LI ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. ഓക്കെ, അത് എങ്ങനെ ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ടാഗിനും യൂസ് ചെയ്യുകയാണെങ്കിൽ querySelter all യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാറ്റിക് നോഡ് ലിസ്റ്റാണ്. ഇത് സെലക്ട് ചെയ്യുന്ന ടൈമിൽ കോപ്പി മാത്രമേ എടുക്കുള്ളൂ. ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ അത് മാത്രം കോപ്പി ചെയ്യും. ലേറ്റർ ഡോമിലുള്ള LI അഡീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിസ്റ്റിൽ അപ്ഡേറ്റ് ആവില്ല. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഞാൻ പറഞ്ഞു എലമെൻറ്റ് ഒബ്ജക്ട്സ് ദംസെൽഫ് റെഫറൻസ് വാല്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമ്മുടെ എഴുതിയ ലിസ്റ്റ് ഐറ്റം ടെസ്റ്റ് കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ എടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആവും, UIയിൽ റിഫ്ലക്റ്റ് ആവും. ബട്ട് ലിസ്റ്റിൽ
ലെങ്ത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് ലൈവ് അപ്ഡേറ്റ് ആകുമോ എന്നത് മെത്തേഡ് അനുസരിച്ചിട്ട് മാറും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വാല്യൂ. പക്ഷേ നമ്മൾ അഡീഷൻ്റെ കേസ് ലൈവ് അപ്ഡേറ്റ് ആകുമോ, നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ ലിസ്റ്റ് ലെങ്ത് ഒക്കെ അപ്ഡേറ്റ് ആകുമോ എന്നത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചിട്ട് മാറും. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ ബേസിക്കലി എന്ന് വെച്ചാൽ കൺസോളിൽ പ്ലേ ചെയ്ത കാര്യങ്ങൾ ക്വിക്കലി സമ്മറൈസ് എന്ന് വെച്ചാൽ H1 നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സെലക്ട് ഐ ഡി വെച്ചിട്ട് നമുക്ക് ഐ ഡി മെയിൻ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ ഐ ഡി ഒക്കെ ചേഞ്ച് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ H1 നമുക്ക് കണ്ടൻറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഐ ഡി എടുത്തിട്ട് കണ്ടൻറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നതാണ്. ഓക്കെ, ബാഗ് ഇതിൻ്റെ കളർ കൊടുക്കണം, അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. കളർ കൊടുക്കലും ബാക്ക്ഗ്രൗണ്ട് ആക്കലൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, ഇനി എനിക്കൊരു സോ ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സിംഗിൾ എലമെൻ്റാണ് വേണ്ടതെങ്കിൽ ക്വറി സെലക്ടറാണ് ബെസ്റ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലാസ്റ്റ് എല്ലയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സ്യൂഡോ ക്യാരക്ടർ യൂസ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇതുണ്ട്, ഈ അറേ കിടക്കുന്നുണ്ട്. സോ അറയിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ document.query selector ഓഫ് li എന്നിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം കമൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇത് കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് LAയിൽ നമുക്ക് ലാസ്റ്റത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്യൂഡോ ക്യാരക്ടർ ഇടുക, കോളൻ ലാസ്റ്റ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ തൽക്കാലത്തേക്ക് അപ്പോൾ ലാസ്റ്റത്തെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വെച്ചാൽ ഈ ലാസ്റ്റത്തെ ഞാൻ എഴുതാം ലാസ്റ്റ് LI എന്ന് പറഞ്ഞ് കൊടുക്കാം, മനസ്സിലാവാനായിട്ട് ലാസ്റ്റ് LI എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഞാൻ എടുത്തുന്ന ലാസ്റ്റ് LI ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റ് ഈക്വൽ ടു ലാസ്റ്റത്തെ ടെക്സ്റ്റ് കണ്ടൻറ്റ് തന്നെ. എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ട് പ്ലസ് ചെയ്തിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് ലാസ്റ്റത്തെ LI മാത്രം എടുക്കുന്നു. ഓക്കെ, റിസൾട്ടറോട് നമുക്ക് എല്ലാ LI തരും, അതിൽ നിന്ന് ഞാൻ ലാസ്റ്റത്തെ മാത്രം എടുക്കുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ചേഞ്ചിനും കൂടി അപ്ഡേറ്റ് ചെയ്തിരുന്നു. സോ നമുക്ക് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, വർക്കൗട്ട് ആയില്ല. സോ ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് LI document.query selector ഓൾ വേണ്ട, അതാണ് പണി കിട്ടിയത്. നമുക്ക് ക്വറി സെലക്ടർ മാത്രം മതി, എല്ലാം എടുക്കണ്ട. സോ ബേസിക്കലി ക്വറി സെലക്ടർ വെച്ചിട്ട് കിട്ടിയിട്ട് നമുക്ക് ഒരു എലമെൻറ്റ് മാത്രം മതിയല്ലോ ക്വറി സെലക്ടർ യൂസ് ചെയ്യുന്നു, ഓൾ വേണ്ട. സോ അത് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് ലാസ്റ്റത്തെ LI മാത്രം തരാൻ പറയും. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്തേക്കാം. സോ നമുക്ക് കറസ്പോണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ഐറ്റം 3 ചേഞ്ച്ഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ചേഞ്ച്ഡ് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ആയി നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ സ്യൂഡോ സെലക്ടേഴ്സൊക്കെ കുറച്ച് ഈസി ആയിട്ട് തോന്നും, ബട്ട് റിയൽ ലൈഫിൽ ഇത് സൂപ്പർ ഹാൻഡിയാണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ് ചിലപ്പോൾ സംഭവം തോന്നായിരിക്കാം നമ്മൾ സ്യൂഡോ ക്യാരക്ടറൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ, പക്ഷേ സംഭവം ഈസിയാണ്. റിയൽ ലൈഫിലൊക്കെ സൂപ്പർ ഹാൻഡിയാണെന്ന് നമുക്ക് പറയാനും പറ്റും. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡോം എങ്ങനെ ലൈക്ക് നമുക്ക് ബോഡിയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് ബോഡിയൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് ബോഡി എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ഉള്ളിൽ ഫുൾ കണ്ടൻസ് കിട്ടും. ഓക്കെ, ഇവിടെ ബോഡി ടാഗിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അത് ഫുള്ള് ബേസിക്കലി നമുക്ക് ഇവിടെ ഈ ഒരു ഇതിൽ കിട്ടും. ആക്ച്വലി പ്രോപ്പർട്ടി വെച്ചിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് ബോഡി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കിട്ടും. അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് ഹെഡ് നമുക്ക് കിട്ടും, ആക്സസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ ഡോക്യുമെൻ്റ് ഡോട്ട് ബോഡി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. കോൺസ്റ്റ് ഞാനിവിടെ എഴുതാം, കോൺസ്റ്റ് ബോഡി ഈക്വൽ ടു ഡോക്യുമെൻ്റ് ഡോട്ട് ബോഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബോഡി കിട്ടിയാൽ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ബോഡിയിലും ക്വറി സെലക്ടർ മെത്തേഡ്സ് വെച്ച് യൂസ് ചെയ്യാനും പറ്റും, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സോ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ ബോഡി ഡോട്ട് ക്വറി സെലക്ടർ ഓൾ ഓഫ് LI എന്ന് പറഞ്ഞ് കൊടുത്താലും നമുക്ക് കിട്ടും. ആക്ച്വലി സെയിം ലിസ്റ്റ് തന്നെ കിട്ടും. സോ ബേസിക്കലി ഇതെന്താണെന്ന് വെച്ചാൽ ആ ഉള്ളിലുള്ള എലമെൻറ്റ്സ് എല്ലാം സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ബോഡിയിലും ക്വറി സെലക്ടർ മെത്തേഡ് യൂസ് ചെയ്തത്. ഓക്കെ, എനി എലമെൻറ്റ് യു ക്യാൻ സെലക്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ ഡോം ട്രീയിൽ ഡീപ്പറായിട്ട് ചൈൽഡ് എലമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാരൻറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ചൈൽഡിലേക്ക് ആക്സസ് ചെയ്യാനും പറ്റും. സോ ഡോക്യുമെൻറ്റ് ലെവൽ മാത്രമല്ല
നമ്മുടെ സെർച്ച് ബേസിക്കലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ് തുടങ്ങിയിട്ട് ഡോക്യുമെൻ്റ് എന്നുള്ള ബോഡിയിലേക്ക് വന്ന് ബോഡിയുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ബോഡി പാരൻറ്റ് ഇത് എല്ലായൊക്കെ ചൈൽഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പാരൻറ്റിൽ നിന്ന് ചൈൽഡിലേക്ക് ട്രാവേഴ്സ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, കുറച്ചും കൂടിയും അത് ഇൻഡെപ്തായിട്ട് നമുക്ക് പോവാം ഇനി വരുന്ന വീഡിയോസിൽ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ എങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരുമായിരുന്നു. മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ക്വറി സെലക്ടർ റോളാണ് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ അത് ക്വറി സെലക്ടർ റോൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റിക് ആണ്, സ്റ്റാറ്റിക് സ്നാപ്ഷോട്ട് നോഡ് ലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് എടുക്കില്ല പ്രോപ്പറായിട്ട്. പക്ഷേ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിമാണ്, അത് ലൈവ് HTML കളക്ഷനാണ്. നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണം കറസ്പോണ്ടിങ് എലമെൻറ്റ് കിട്ടാനായിട്ട്. ഓക്കെ, തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.